ഫാർമ ഇൻഡസ്ട്രിയിലെ ചെറിയൊരു പിഴവ് പോലും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അല്ലേ? അപ്പോ നമ്മൾ ഒരിക്കൽ വരുത്തിയ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ഒരു വഴി? അതിനുള്ളൊരു വഴിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റിലെ ഏറ്റവും പവർഫുൾ ആയൊരു ടൂൾ ക്യാപ്പ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കമ്പനിയിൽ പരിഹരിച്ചുവെന്ന് നിങ്ങൾ ഉറപ്പിച്ച പല പ്രശ്നങ്ങളും കുറച്ചുകാലം കഴിഞ്ഞ് വീണ്ടും വരാറുണ്ടോ? ഈ ആവർത്തിച്ചു വരുന്ന തലവേദനകൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് ക്യാപ്പ എന്ന സിസ്റ്റം നമ്മളെ സഹായിക്കുന്നത്. ശരി, അപ്പോ അടുത്ത കുറച്ച് മിനിറ്റുകളിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പറയാം. ആദ്യം എന്താണ് CAPA എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് തിരുത്തലും തടയലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കും. പിന്നെ ഒരു പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം, അതായത് റൂട്ട് കോസ്, കണ്ടെത്തുന്നത് എന്തിനാണ് ഇത്ര പ്രധാനമെന്ന് ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് എങ്ങനെ ഒരു നല്ല CAPA ഉണ്ടാക്കാം എന്ന് പഠിക്കും. അവസാനം സാധാരണയായി വരുന്ന തെറ്റുകളും ഇത് ശരിയായി ചെയ്യുമ്പോൾ കിട്ടുന്ന വലിയ ഗുണങ്ങളും നമ്മൾ കാണും. അപ്പോ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ക്യാപ്പ? പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം തരും എന്ന് പറയുന്ന ഈ സംവിധാനം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ക്യാപ്പ എന്ന് പറഞ്ഞാൽ കറക്റ്റീവ് ആക്ഷൻ, പിന്നെ പ്രിവെന്റീവ് ആക്ഷൻ എന്നാണ്. അതായത് തിരുത്തൽ നടപടിയും പ്രതിരോധ നടപടിയും. ഇതിനെ നമുക്കൊരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നത് പോലെ ചിന്തിക്കാം. കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് അസുഖം വന്നപ്പോൾ അതിന് മരുന്ന് കൊടുക്കുന്നത് പോലെയാണ്, അപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുന്നു. എന്നാൽ പ്രിവെന്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാലോ, ആ അസുഖം ഇനി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത് പോലെയാണ്. ഒന്ന് പ്രശ്നം പരിഹരിക്കാൻ, മറ്റൊന്ന് അത് ആവർത്തിക്കാതിരിക്കാൻ. ക്യാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകളാണിത്: തിരുത്തൽ, പ്രതിരോധം. കേൾക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ തോന്നാം, പക്ഷെ അങ്ങനെയല്ല. രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കാം. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഇടതുവശത്ത് കാണുന്നത് കറക്റ്റീവ് ആക്ഷൻ, അതായത് തിരുത്തൽ. ഇതൊരു തീപിടുത്തമുണ്ടായാൽ നമ്മൾ തീ അണയ്ക്കുന്നതുപോലെയാണ്. പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞു, നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഒരു മരുന്ന് ബാച്ചിന് ക്വാളിറ്റി ഇല്ലെന്ന് കണ്ടാൽ അത് തിരിച്ചെടുക്കുന്നത് ഒരു കറക്റ്റീവ് ആക്ഷനാണ്. പക്ഷെ വലതുവശത്ത് കാണുന്നതാണ് ശരിക്കുള്ള കളി, പ്രിവെന്റീവ് ആക്ഷൻ. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം തന്നെ മാറുകയാണ്. ഈ തീ ഇനി എങ്ങനെ പിടിക്കാതിരിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ആ തെറ്റായ ബാച്ച് ഉണ്ടാകാൻ യഥാർത്ഥ കാരണമെന്തായിരുന്നു? ട്രെയിനിങ്ങിന്റെ കുറവാണോ? എങ്കിൽ പിന്നെ ആ ട്രെയിനിങ് സിസ്റ്റം മൊത്തത്തിലങ്ങ് മെച്ചപ്പെടുത്തണം. കണ്ടില്ലേ വ്യത്യാസം? ഒന്ന് പെട്ടെന്നുള്ള പ്രതികരണം, മറ്റൊന്ന് ദീർഘകാലത്തേക്കുള്ളൊരു കരുതൽ. പക്ഷേ ഈ തിരുത്തലും പ്രതിരോധവുമൊക്കെ ശരിക്കും നടക്കണമെങ്കിൽ അതിന് നല്ല ഉറപ്പുള്ളൊരു ഫൗണ്ടേഷൻ വേണമല്ലേ? ഒരു വലിയ ബിൽഡിങ്ങിന് വേണ്ടതുപോലെ. എന്താണ് ആ ഫൗണ്ടേഷൻ എന്ന് നോക്കാം. ഈയൊരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം, അതായത് റൂട്ട് കോസ്, കണ്ടെത്തുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാപ്പ് മൊത്തത്തിൽ തെറ്റും. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ തലവേദനയ്ക്ക് വെറുതെ ഒരു ഗുളിക കഴിക്കുന്നത് പോലെയാണ്. എന്തുകൊണ്ടാണ് തലവേദന വന്നതെന്ന് കണ്ടുപിടിക്കാതെ ഗുളിക കഴിച്ചാൽ എന്തുണ്ടാവും? കുറച്ചു കഴിയുമ്പോൾ അത് വീണ്ടും വരും, അല്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഒരു പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാതെ നമ്മൾ എന്ത് പരിഹാരം ചെയ്താലും ആ പ്രശ്നം വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സമയവും പണവും എല്ലാം വെറുതെ പോകും. അതുകൊണ്ട് ഒരു നല്ല ക്യാപ്പ് തുടങ്ങുന്നത് എപ്പോഴും ശരിയായ മൂലകാരണം കണ്ടെത്തുന്നതിൽ നിന്നാണ്. അപ്പോ നമുക്കിപ്പോ മൂലകാരണത്തിന്റെ പ്രാധാന്യം നന്നായി മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, എങ്ങനെ ഒരു നല്ല CAPA ഉണ്ടാക്കാം? പ്രശ്നങ്ങളെ വേരോടെ പിഴുതെറിയുന്ന ഒരു CAPA ഉണ്ടാക്കാനുള്ള ബ്ലൂ പ്രിന്റ് എന്താണ്? നമുക്ക് നോക്കാം. ഒരു മികച്ച ക്യാപ്പയ്ക്ക് ഈ 5 കാര്യങ്ങൾ എന്തായാലും വേണം. ഒന്നാമത്തേത്, അത് വളരെ ക്ലിയർ ആയിരിക്കണം. ആര് വായിച്ചാലും ഒരേ കാര്യം മനസ്സിലാകണം, ഒരു സംശയം ഉണ്ടാകരുത്. രണ്ടാമത്തേത്, നമ്മൾ കണ്ടുപിടിച്ച മൂലകാരണം എന്താണോ അതിനെ നേരിട്ട് ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ആക്ഷൻ. 3, ഇതാരാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം, ഒരു ഓണർഷിപ്പ് വേണം. 4, ഇത് എന്ന് തീർക്കുമെന്നതിനൊരു ഡെഡ്ലൈൻ നിർബന്ധമാണ്. ഇനി 5ാമത്തെ കാര്യം, ഇതാണ് പലരും മറന്നുപോകുന്നത്. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ, പ്രശ്നം ശരിക്കും തീർന്നോ എന്ന് ഉറപ്പുവരുത്തണം. ആ ഒരു വെരിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആകാൻ നല്ല സാധ്യതയുണ്ട്. ശരി, ഇനി നമുക്കിതിന്റെ റിയൽ വേൾഡ് ഇമ്പാക്റ്റ് നോക്കാം. CAPA ശരിയായി ചെയ്താൽ എന്ത് സംഭവിക്കും? തെറ്റിയാൽ എന്ത് സംഭവിക്കും? ഒരു സ്ഥാപനത്തിന്റെ വിജയവും പരാജയവും തീരുമാനിക്കാൻ പോലും ഇതിന് കഴിയും. ഓഡിറ്റിനൊക്കെ പോകുമ്പോൾ സ്ഥിരം കാണുന്ന ചില പ്രശ്നങ്ങളാണിത്. ഇവയെല്ലാം റെഡ് ഫ്ലാഗുകളാണ്. ഡെഡ്ലൈൻ കഴിഞ്ഞിട്ടും തീരാത്ത ക്യാപ്പകൾ, കണ്ടുപിടിച്ച കാരണവുമായി ഒരു ബന്ധവുമില്ലാത്ത പരിഹാരങ്ങൾ, ചെയ്തതുകൊണ്ട് കാര്യമുണ്ടായോ എന്ന് നോക്കാത്തത്, പിന്നെ ഏറ്റവും വലിയ പരാജയം.
എല്ലാം പേപ്പറിൽ ക്ലോസ് ചെയ്ത ശേഷവും അതേ പ്രശ്നം വീണ്ടും വരുന്നത്. ഇത് കാണുമ്പോഴാണ് ക്വാളിറ്റി സിസ്റ്റം പരാജയപ്പെട്ടു എന്ന് ഓഡിറ്റർമാർക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഈ തെറ്റുകളൊക്കെ ഒഴിവാക്കി കാപ്പ ശരിയായി ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. ഒന്നാമതായി, പ്രശ്നങ്ങൾ കുറയും, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൂടും. പിന്നെ ഫാർമ ഇൻഡസ്ട്രിയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ കംപ്ലയൻസ് ലെവൽ മെച്ചപ്പെടും. ഇത് റെഗുലേറ്ററി ഏജൻസികൾക്ക് നമ്മളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ഇത് കമ്പനിക്കും മാത്രമല്ല, ആ മരുന്നുപയോഗിക്കുന്ന ഓരോ രോഗിക്കും ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ചിന്തയോടുകൂടി നിർത്താം. കാപ്പ എന്ന് പറയുന്നത് ഒരു ഫോം ഫില്ല് ചെയ്ത് ഫയലിൽ വെക്കാനുള്ള ഒരു പ്രൊസീജിയർ അല്ല, അതൊരു പേപ്പർ വർക്ക് അല്ല. മറിച്ച് ഒരു പ്രശ്നത്തിനെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഒരു ശക്തമായ ടൂളാണ്. അതുകൊണ്ട് ഇനി നിങ്ങളൊരു കാപ്പ എഴുതുമ്പോൾ സ്വയം ഈ ചോദ്യം ചോദിക്കുക: ഞാനിതൊരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണോ ചെയ്യുന്നത്, അതോ ഈ പ്രശ്നം വേരോടെ പിഴുതെറിയാൻ വേണ്ടിയാണോ?